അപ്പൊ നമുക്ക് അടുത്തൊരു 20 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമത് കൊടുത്തിട്ടുണ്ടായില്ല. അത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയല്ലാത്തത് ഏത്? പാഞ്ചാലി ശപഥം. പാഞ്ചാലി ശബ്ദം വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയല്ലാത്തത് പാഞ്ചാലി ശബ്ദമാണ്. എന്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ, ബാപ്പുജി. ഇന്ത്യയുടെ കരച്ചിൽ എന്ന് പറയുമ്പോഴത്തേനും ബാപ്പുജി എന്റെ ഗുരുനാഥൻ എന്നോട് ഓർപ്പിച്ചാൽ മതി. അത് എന്താണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയാണ്. ഇതിലല്ലാത്തത് പാഞ്ചാലി ശബ്ദമാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയാണ്. താഴെ പറയുന്നതിൽ രാഷ്ട്രീയത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത്? അവകാശ സംരക്ഷണം. താഴെ പറയുന്നതിൽ രാഷ്ട്രീയത്തിന് നിർബന്ധിതമായ ചുമതല ഏത്? അവകാശ സംരക്ഷണം. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ്. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദലാൽ ബോസ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനല്ലായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. സതി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സാമൂഹിക പരിഷ്കർത്താവ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഗ്രാമർ ഗ്രന്ഥം തയ്യാറാക്കിയതാണ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ. മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം വൈറസ് ആണ്. ഇന്ത്യയുടെ അതിർത്തി ശരിയായ ക്രമപ്പെടുത്തുക. കിഴക്ക് ശരിയായിട്ട് ഉത്തരം നോക്കിക്കോട്ടോ. 1 കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയപർവ്വതം. വടക്കെന്ന് പറഞ്ഞാൽ നോർത്ത്. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത്. എന്റെ മലയാളം വേർഡ് അറിയത്തില്ല, എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, കിഴക്കാന്ന് ഇപ്പൊ തന്നെ നോക്കാം. കിഴക്കെന്ന് പറയുമ്പോഴത്തേനും ഈസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കിഴക്ക് ഈസ്റ്റ് ആണ്. കിഴക്കപ്പം എന്താണ്? ഈസ്റ്റ്. ഇന്ത്യയുടെ ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇന്ത്യയുടെ ഈസ്റ്റ് എന്താണ്? ബംഗാൾ. ഇന്ത്യയുടെ ഈസ്റ്റ് കിഴക്ക് ബംഗാൾ ഉൾക്കടല്. നമ്മൾ പറയുന്നത് ബംഗാൾ, വെസ്റ്റ് ബംഗാളൊക്കെ അവിടെ അല്ലേ. വടക്കെന്ന് പറയുന്നത് നോർത്താണ്. വടക്ക് എന്താണ്? വടക്ക് ഹിമാലയ പർവ്വതമായിരിക്കും. ആണ്. പടിഞ്ഞാറ് വെസ്റ്റ് ആണ്. പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ. പടിഞ്ഞാറല്ല, ഈ പടിഞ്ഞാറ് 2 എന്താണ്? 2D. സോറി. നമുക്ക് ഒന്നുകൂടെ ഓർഡറിൽ പഠിക്കാം. കിഴക്കെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആണ്. കിഴക്ക് എന്താണ്? ബംഗാൾ ഉൾക്കടല്. 1 സി ആണ്. പടിഞ്ഞാറ് അറബിക്കടല്. പടിഞ്ഞാറ് വെസ്റ്റ് ആണ്. വെസ്റ്റ് എന്താണ്? അറബിക്കടലാണ്. ശരിയാണ്. തെക്ക് എന്ന് പറഞ്ഞാല് സൗത്ത് ആണ്. വടക്ക് നോർത്ത്. വടക്ക് എന്താണ്? ഹിമാലയപർവ്വതം. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ. ഇനി അടുത്തത്, ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? നമ്മൾ പറയുന്നത് ജാർഖണ്ഡിലാണ്. ഝാറിയ. ഇത് കുറെ ചോദിച്ചിട്ടുണ്ട്. കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. 2, 3, 5 ആണ്. വേലിയോർജ്ജം, ജൈവവാതകം, പെട്രോളിയം അല്ല, സൗരോർജ്ജം. പെട്രോളിയം, കൽക്കരിയൊക്കെ ഭയങ്കരമായിട്ട് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നതാണ്. 2, 3, 5. കൽക്കരി, പെട്രോളിയം,
വേലിയോർജം, ജൈവവാതകം, സൗരോർജം 2, 3, 5. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഖാരിഫ് വിളകൾ. ഖാരിഫ് വിള എന്താ നോക്കട്ടെ നമുക്ക്. ഖാരിഫ് വിള എന്താണ്? ഇന്ത്യയിൽ മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളെയാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മഴക്കാലത്ത് മൺസൂൺ സമയത്ത് കൃഷി ചെയ്യുന്നതിനൊക്കെയാണ്. അപ്പോ എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ താഴെ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ്. ഇപ്പൊ 2, 3, 4, 6, 2 ഗോതമ്പ്, 2, 3, 4, 8. ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. പഴവർഗ്ഗങ്ങളൊന്നും മൺസൂൺ സമയത്തല്ല. ഈ മറ്റേ മാങ്ങാപ്പഴങ്ങളുണ്ടല്ലേ, ഈ ചൂട് സമയത്താണ്. പിന്നെ പുകയില, കടുക്, ഗോതമ്പ്. ബാക്കിയെല്ലാം ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. അടുത്തത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി എന്ന് പറഞ്ഞാൽ കോട്ടൺ ആണ്. യൂണിവേഴ്സൽ ഫൈബർ. അടുത്തത് കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണുള്ളത്. തെറ്റാണത്. കരിമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതാണ്, ഏത് രാജ്യമാണ്? കൺട്രി. ബ്രസീലാണ് കരിമ്പ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉഷ്ണമേഖലാ വിളമായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുപ്പ് ബ്ലാക്ക് സോയിലാണ് കരിമ്പിന് വേണ്ടത്. പിന്നെ അതുപോലെ ചൂടും മഴയും വേണം. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിന്റെ അളവ് കുറയും. അപ്പൊ ഇതൊക്കെയാണ്. ഇത് ശരിയായ ഉത്തരങ്ങളാണെന്നും പഠിച്ചു വെച്ചോണേ. ഉഷ്ണമേഖലാ വിളവായ കരിമ്പിന് ചൂടും മഴയും കാലാവസ്ഥയും വേണ്ടതാണ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫാക്ടറിയിൽ എത്തിച്ച് അതിന്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിന്റെ അളവ് കുറയും. അപ്പൊ കരിമ്പ് ഉൽപ്പാദിക്കുന്നതിൽ ഇന്ത്യയിലുള്ള ഏത് ഫസ്റ്റ് സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ലോകത്തെ ബ്രസീലാണ്. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് 2023 ജൂലൈ 14 എന്നാണ് എത്തിയത് അവിടെ? 2023 ഓഗസ്റ്റ് 23 എത്തിയത്. അന്നാണ് നമ്മുടെ ഈ മറ്റേ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14, 2023. ഓക്കെ.